ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും സഹോദരൻ ജോർജ് ജോൺ ഇൻഡോർ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. തീരാവിഷാദം നീ വന്നിടാതെ, തീരാവിഷാദം തീരാവിഷാദം നീ വന്നിടാതെ, ഓ നീരാജ്യഭാരം ഏൽക്ക വൈകാതെ, നീരാജ്യഭാരം ഏൽക്ക വൈകാതെ, താമസമാമോ താമസമാമോ നാഥ വരാനായി, താമസമാമോ താമസമാമോ നാഥ വരാനായി, ഈ ഭൂവാസമോർത്താലയ്യോ പ്രയാസം, ഭൂവാസമോർത്താലയ്യോ പ്രയാസം, താമസമാമോ. ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മോർണിംഗ് വോയിസിലുള്ള എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം. അല്പസമയത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമുക്കൊക്കെയും സുപരിചിതമായ ഒരു സങ്കീർത്തനത്തിൽ നിന്ന് ഒരു ഭേദഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 23-ന്റെ 4 കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. മലയാളത്തിൽ കൂരിരുൾ താഴ്വര എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ അതിന് പറയുന്നത് ഷാഡോ ഓഫ് ദ വാലി ഓഫ് ദ ഡെത്ത്, മരണനിഴലിൻ്റെ താഴ്വരയിലൂടെ എന്നാണ്. ഈ സങ്കീർത്തനം ഒരു ശ്രേഷ്ഠ ഇടയൻ നമ്മെ നടത്തുന്ന ഒരു രംഗം. 22-ാം സങ്കീർത്തനത്തിൽ കാൽവറി ക്രൂശിൽ നിന്ന് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നു. 24-ാം സങ്കീർത്തനത്തിൽ കർത്താവിൻ്റെ വരവിങ്കൽ കർത്താവിനോട് ചേർന്ന് നമ്മുടെ ഈ ലോകവാസം അവസാനിക്കുന്നു. കാൽവറി ക്രൂശിൻ്റെയും ഒലിവുമലയുടെയും മധ്യത്തിലുള്ളതായ ഒരു താഴ്വരയാണ് 23-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. 23-ാം സങ്കീർത്തനത്തിൽ ഒരു വിശ്വാസിക്ക് വേണ്ടുന്നതായ എല്ലാ ഉത്തേജനങ്ങളും നൽകുന്നുണ്ട്. ഇവിടെ നാം നോക്കുമ്പോൾ 1-ാം വാക്യത്തിൽ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം 2ഉം 3ഉം വാക്യത്തിൽ പച്ചയായ പുൽപ്പുറങ്ങളും അതുപോലെ തന്നെ സ്വസ്ഥതയുള്ള വെള്ളവും, 3-ാം വാക്യത്തിൽ ഒരു റിഫ്രഷ്മെൻറ്റ് നീതിപാതകളിലേക്ക് നടത്തുന്നു. അതിനുശേഷം 5ഉം 6ഉം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, ശത്രുക്കളുടെ മുമ്പാകെ വിരുന്നൊരുക്കുന്നവൻ, തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നവൻ, പാനപാത്രം നിറഞ്ഞു കവിയുന്നവൻ, നന്മയും കരുണയും തരുന്നവൻ, ആയുഷ്കാലമൊക്കെയും ദൈവാലയത്തിൽ ദീർഘകാലം കർത്താവിനോടുകൂടെ വസിക്കും. ആദ്യത്തെ വാക്യങ്ങളും അവസാനത്തെ വാക്യങ്ങളും വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അവസ്ഥയാണ് കാണുന്നത്. എന്നാൽ ഈ 4-ാമത്തെ വാക്യമെന്ന് പറയുന്നത് ഈ മനോഹരമായ സങ്കീർത്തനത്തിലെ ഒരു ഡാർക്ക് നോട്ടാണ്, ഒരു ഇരുളടഞ്ഞ ഒരു അനുഭവമാണ്. നമുക്കറിയാം, ഈ ലോകം എന്ന് പറയുന്നത് മരണനിഴലിൻ്റെ താഴ്വരയാണ്, കൂരിരുളിൻ്റെ താഴ്വരയാണ്. പലവിധമായ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നു. അതാണ് ഈ കൂരിരുൾ താഴ്വരയും മരണനിഴലിൻ്റെ താഴ്വരയൊക്കെ നമ്മെ കാണിക്കുന്നത്. എന്നാൽ
ഇവിടെ നമുക്ക് കാണുവാനായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മരണനിഴലിൻ്റെ താഴ്വരയാണ്. മരണനിഴലല്ല, മരണമല്ല, മരണനിഴലിൻ്റെ താഴ്വരയാണ്. നമുക്കറിയാം, ഒരു നിഴൽ ആരെയും ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ഒരു വാള് അത് വെട്ടിക്കൊല്ലുവാനായിട്ട് സാധിക്കും, പക്ഷേ ആ വാളിൻ്റെ നിഴൽ അതിനൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ മരണം കർത്താവായ യേശു ക്രിസ്തു നമ്മളിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. എന്നാൽ ഇന്ന് മരണത്തിൻ്റെ നിഴൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. ആ പ്രശ്നങ്ങൾ അത്ര ഗാംഭീര്യമുള്ളതല്ല. നമ്മുടെ കർത്താവ് അനുഭവിച്ച കഷ്ടങ്ങളും കൂരിരുളിൻ്റെ അനുഭവങ്ങളും മരണത്തിൻ്റെ അനുഭവങ്ങളും നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരംശം പോലും ഇല്ലാത്ത ഒരു അനുഭവമാണ് നമുക്ക് കാണുന്നത്. മാത്രമല്ല 2-3 വാക്യത്തിൽ ഇടയനെ പറ്റി പറഞ്ഞു. എന്നാൽ 4-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ഇടയനെ പറ്റിയല്ല പറയുന്നത്. ഇപ്പോൾ ഇടയനോട് ഞാനും നീയും എന്നുള്ളതായ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു വ്യക്തിപരമായ ബന്ധം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ വിശ്വാസികളെ, നമ്മുടെയും ജീവിതത്തിൽ ഈ ഇടയനുമായിട്ടുള്ളതായ ബന്ധം എപ്രകാരം ഇരിക്കുന്നു എന്ന് നോക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അവിടെ നാം കാണുന്നത് ഈ അന്ധകാരമാകുന്ന താഴ്വരയിലൂടെ നടന്നാലും എനിക്ക് എന്തില്ല, ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഈ ലോകത്തിൽ എനിക്ക് ഒരനർത്ഥവും, അല്ലെങ്കിൽ ഈ കൂരിരുൾ താഴ്വര, അല്ലെങ്കിൽ മരണത്തിൻ്റെ നിഴലിൻ്റെ താഴ്വര, അത് എൻ്റെ ജീവിതത്തിൽ ഒരനർത്ഥവും വരുത്തുവാനായിട്ട് സാധിക്കില്ല. കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നമ്മെ ഈ താഴ്വരകളിലൂടെ, ഈ അന്ധകാരമാകുന്ന അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്ന കർത്താവിനെ അല്ല നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മോട് കൂടെ ഇരിക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അവസ്ഥയാണ്. യഹോവ ശമ്മ, ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ ഇമ്മാനുവേലായിട്ട് നമ്മോട് കൂടെ ഇരിക്കുന്നു. ദൈവമായിട്ട് നമുക്ക് ഒരു അഭേദ്യ ബന്ധം ഉണ്ട്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ പ്രയാസങ്ങളും ഭയവും ദുഷ്ടതയും ദൈവം ഉന്മൂലനാശം ചെയ്യുകയില്ല. അതിവിടെ തന്നെ ഉണ്ടായിരിക്കും. എന്നാൽ അത് നമ്മളിൽ നിന്ന് അകറ്റിക്കളയുന്ന യഹോവയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നോട് കൂടെയുണ്ട്. സഹിത്വം, കൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സഹിത്വം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ നാം കാണുന്നത് 15-ാമത്തെ വാക്യത്തിൽ നീ എന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് വളരെ സ്പഷ്ടമായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്. നാം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ നമ്മോട് കൂടെ ഇരിക്കും. ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും നെബൂഖദ്നേസറിൻ്റെ തീച്ചൂളയിൽ കർത്താവ് അവരോട് കൂടെ വന്നതുപോലെ നമ്മോട് കൂടെയും വരും. മാത്രമല്ല വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ഒരു ആശ്വാസം, ദൈവത്തിൻ്റെ സഹിത്വവും ദൈവത്തിൽ നിന്നുള്ളതായ ആശ്വാസവും നമുക്ക് ലഭിക്കുവാനായിട്ട് സാധിക്കും. പ്രിയ വിശ്വാസികളെ, അന്ധകാരമാകുന്ന ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ സഹിത്വവും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആ സമാധാനവും ശാന്തിയും നമുക്ക് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് പിന്നെ ആവശ്യമുള്ളത്? ശത്രുവിനോട് എതിർക്കുവാനായിട്ടുള്ളതായ വടിയും കോലും ഇടയൻ്റെ കയ്യിലുണ്ട്. ആ ഇടയനോട് കൂടെയാണ് നാം നടക്കുന്നത്. നാം വെള്ളത്തിലൂടെ കടന്നു പോയാലും അത് നമ്മളെ മുക്കിക്കളയുകയില്ല. തീറ്റൂള നമ്മളെ എരിച്ചു കളയുകയില്ല. ആ ദൈവത്തിങ്കലാണ് നാം ആശ്രയം വെച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് വരുംകാല ജീവിതത്തിൽ ഈ വലിയവനായ ഇടയനിൽ ആശ്രയം വെച്ചുകൊണ്ട് ഈ കൂരിരുൾ താഴ്വരയിലൂടെ കടക്കുവാൻ, ഈ മരണത്തിൻ്റെ നിഴലിൻ്റെ താഴ്വരയിലൂടെ കടന്ന് ആ സ്വർഗ്ഗ സിയോനിലേക്ക് പോകുവാൻ ഈ വചനം മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.